പ്രിയമുള്ളവരെ, നമ്മുടെ ചാത്തങ്കാവ് പുതിയ ജനവായനശാലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒരു പുസ്തക പ്രകാശനം എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഭവം തന്നെ. നമ്മുടെ വായനശാല ആദ്യമായിട്ടാണ് ഇതേപോലെ പുസ്തക പ്രകാശനത്തിന് നമ്മുടെ വേദി ആകുന്നത്. അതും നമ്മുടെ സുരേന്ദ്രൻ മാസ്റ്റർ എഴുതിയിട്ടുള്ള പുസ്തകം ആകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജോലി ആണെങ്കിലും ആ ജോലി സ്ഥലത്തും വളരെ കൃത്യനിഷ്ഠമായി തന്റെ ജോലി കർത്തവ്യം നിർവഹിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമതി അധ്യാപക അവാർഡ് നേടാൻ കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുരേന്ദ്രൻ മാഷയ്ക്കുള്ളത്. ആ സുരേന്ദ്രൻ മാഷ് തന്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു. അതിനുശേഷം ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്ര പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഴുകി നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരേന്ദ്രൻ മാഷയുടെ സേവനങ്ങൾ നമ്മുടെ വായനശാലയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളത് വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വായനശാല നിർവഹിക്കുകയാണ്. ഞാൻ ഇതിന്റെ പുസ്തകത്തിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് സംബന്ധിച്ച് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിന് നാസർ ഭാഷ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ആളുകളെയും വായനശാലക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നിലവിലുള്ള പ്രസിഡന്റ്, പുതുതായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കൂടിയായിട്ടുള്ള ശ്രീ സുരേന്ദ്രനാഥാണ്. അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനശാലയുടെ എല്ലാവിധ സമയത്തും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്ന സുരേന്ദ്രൻ മാഷ് വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള വി സുന്ദരൻ അവരുകളാണ്. സുന്ദരേട്ടൻ നേരത്തെ തന്നെ ചേർന്നിട്ടുണ്ട്. വി സുന്ദരൻ അവരുകളെ വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കുന്നമംഗലം മേഖലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ധാർത്ഥൻ മാസ്റ്ററാണ്. സിദ്ധാർത്ഥൻ മാസ്റ്ററെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കുന്നമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വായനശാലയുടെയും നേതൃസമിതി കൺവീനറായിട്ടുള്ള ശ്രീ മാധവൻ അവരുകളാണ്. ശ്രീ മാധവേട്ടനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുക്കം UP നാസർ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാസർ മാഷ് നമ്മളൊക്കറിയാം, ഈ നമ്മുടെ വായനശാലയെ തന്നെ ഇതിനു മുമ്പ് ഒരു പരിപാടിയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ആളാണ്. ഇതേപോലെ തന്നെ ശാസ്ത്ര പരിപാടികളിലും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര വിസ്മയങ്ങളും ഒക്കെ നടത്തുന്നതിൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന ആളാണ്. നാസർ മാഷെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ചാത്തങ്കാവ് പൊതുജന വായനശാലയുടെ പ്രസിഡന്റ് KP മനോജ് കുമാറിനോട് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തും. വേദിയിലും സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ നല്ലൊരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ സുരേന്ദ്രൻ മാഷ് എഴുതിയ ആകാശ വിസ്മയങ്ങൾ എന്ന ബുക്കുകൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. സുരേന്ദ്രൻ മാഷെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം ഗ്രാമത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ വായനശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ
നമ്മുടെ വായനശാല തുടക്കം മുതൽക്ക് നമുക്ക് ഏത് പ്രവർത്തനം ഏത് സമയത്ത് ചെന്ന് വിളിച്ചാലും ചേർന്ന് കിട്ടുന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ മാഷ്. ആ സുരേന്ദ്രൻ മാഷ് പുസ്തകം നമ്മൾ ഈ വായനശാല തന്നെ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ നമുക്ക് വളരെ വായനശാലയ്ക്ക് ഒരു പ്രത്യേക അഭിമാനമുണ്ട്. സുരേന്ദ്രൻ മാഷ് റിട്ടയർ ചെയ്തതിനു ശേഷം ആ സമയത്തുള്ള സർവീസിലുള്ള സമയത്തുള്ളതിനെക്കാട്ടും ഭയങ്കര തിരക്കിൽ ആണ്. അത്രയും കാര്യങ്ങൾ പ്രദർശനം വേണ്ടി ചെയ്യുകയാണ്. ഞാൻ കൂടുതലായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നിവിടെ പുസ്തക പ്രകാശനം ഞാൻ ഉദ്ഘാടനം ചടങ്ങ് ഞാൻ കൂടുതലായിട്ടൊന്നും ഇത് വിശദീകരിച്ചത് സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ കടവിലേക്ക് ഇറക്കാൻ പോവാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുരേന്ദ്രനാഥ് മാഷാണ്. മാഷെ ആദ്യമായി സ്വാഗതം. വിവിധ ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെയൊക്കെ പേര്, ആ നക്ഷത്രങ്ങളുടെയൊക്കെ സഞ്ചാരപഥം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇത് കാണാൻ കുട്ടികളോടൊപ്പം രാത്രിയും നിൽക്കുന്ന ഓരോ പ്രദേശത്തെയും വായനശാല പ്രവർത്തകരെ കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ വിശാഖം മാഷിയും കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചു. അവർ രണ്ടുപേരുടെ കൂടി ഓരോ വായനശാലകൾ തോറും ഈ ലൈബ്രറിയിൽ മാത്രമല്ല തൊട്ടടുത്ത ലൈബ്രറികളിലൊക്കെ ബാലവേദി സംഘടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ ആളെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഉള്ള കുട്ടികളെ സംഘടിപ്പിച്ച് വെച്ചാൽ മതി. എനിക്ക് അനുഭവമാണ്. എൻ്റെ വായനശാലയിൽ മാഷോട് പറഞ്ഞു 10 കുട്ടികളാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ക്ലാസ് എടുത്തോളാം, ഞാൻ കുട്ടികൾക്ക് എന്നെ കൊണ്ട് കഴിവനുസരിച്ച് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് അവിടെ ആകാശ നിരീക്ഷണവും അതേപോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായുള്ള പരിപാടികളും ഞാൻ അദ്ദേഹം നടത്തിയത്. അപ്പം പൊതുജനേച്ഛ കൂടാതെയാണ് അദ്ദേഹം. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഈ പരിപാടികളിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. മൊയ്തീൻ മാഷയെ പോലെയുള്ള, നാസർ മാഷയെ പോലെയുള്ള ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇതിലൂടെ പഠിച്ച് ആ വീട്ടിൽ അറിവ് നേടിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് വരും കാലങ്ങളിൽ ആ നടത്തിയ സുരേന്ദ്രൻ മാഷിന്റെ സഹകരണത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളടക്കം ആക്കിക്കൊണ്ട് സുരേന്ദ്രൻ മാഷി വിവിധ വായനശാലകളിൽ ബാലവേദി കുട്ടികളോട് സംവദിക്കാൻ കഴിയും. ഇപ്പം കോഴിക്കോട് താലൂക്കിൽ മാത്രമേ കോഴിക്കോട് താലൂക്കിന് പുറത്തേക്ക് സുരേന്ദ്രൻ മാഷി പ്രവർത്തനം നീക്കാൻ കഴിയും. അപ്പൊ ഇപ്പോ ഈ സമയം എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന നമ്മുടെ PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. 1909 മാർച്ച് 1-ാം തീയതി ജനിച്ച് 1995 ജൂൺ 19-ാം തീയതി മരിച്ച അദ്ദേഹത്തിന്റെ 85-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 96 ജൂൺ 19 മുതൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും അതേപോലെ തന്നെ ലൈബ്രറികളും അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായിട്ട് കൊണ്ടാടി. സ്കൂളുകളൊക്കെ നേരത്തെ വായനാ ദിനമായിട്ടായിരുന്നു ഉണ്ടായി. ഇപ്പൊ വായനാ ദിനം മാറി അതായത് വായന പക്ഷാചരണം. അപ്പോൾ ലൈബ്രറികൾ PN പണിക്കരുടെ ചരമദിനം തൊട്ട് ആദ്യത്തെ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയായ IV ദാസൻ മാഷിന്റെ ജന്മദിനം വരെ 19 ദിവസം വായന പക്ഷാചരണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ വായനശാല നടത്തുന്നു. ഈ വായനശാല ഏറ്റവും ചുരുങ്ങിയത് 6 പരിപാടി ഈ സമയത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 6 പരിപാടിയിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമുണ്ട്, ശാംബശിവന്റെ ഓർമ്മദിനമുണ്ട്, ഉറൂബിന്റെ ഓർമ്മദിനമുണ്ട്, നമ്മുടെ ഈ പുസ്തക പ്രസാദത്തോടൊപ്പം നടന്ന ഈ K ദാമോദരന്റെ ഓർമ്മദിനമുണ്ട്. 1945 ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ലൈബ്രറിയിൽ PN പണിക്കരുടെ നേതൃത്വത്തിൽ സർ CP ഉദ്ഘാടനം ചെയ്ത ആ യോഗത്തിലാണ് ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ രൂപം കൊണ്ടത്. അപ്പം അതിന്റെ സെപ്റ്റംബർ 16-ാം തീയതിയാണ് നമ്മുടെ ഗ്രന്ഥശാല ദിനമായിട്ടുണ്ടായത്. എന്നാൽ അതിന്റെ മുമ്പേ 1937 നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് നഗരത്തിലുള്ള ടൗൺ ഹാളിൽ K ദാമോദരന്റെയും കൃഷ്ണപിള്ളയുടെയും K കേളപ്പനെ പോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യോഗം മലബാർ ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ യോഗം വിളിച്ചത്. അതിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇത് അന്നത്തെ പത്രമായ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചതാണ്. 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുമ്പോട്ട് വന്നെങ്കിലും ആ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടുകൂടിയിരിക്കുന്ന സമയത്താണ്.
അതിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ഒളിവിൽ പോയേണ്ടി വന്നു. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കഥയായിരുന്നു പറയേണ്ടി വരും. കാരണം കെ ദാമോദരന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർന്ന ആ യോഗമായിരുന്നു 1937 സെപ്റ്റംബർ 14 ഒരു പക്ഷേ നമ്മുടെ ഗ്രന്ഥശാല ദിനമായി മാറുന്നത്. എന്നാൽ അത് തുടർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് 1945 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർന്ന ആ യോഗത്തിലെ തീയതിയാണ് നമ്മൾ ഇന്ന് ഗ്രന്ഥശാല ദിനമായിട്ട് കൊണ്ടാടുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തോടൊപ്പം നടന്നു നീങ്ങിയ ആ അദ്ദേഹത്തിന്റെ ഓർമ്മയായിട്ട് ഇന്നും ലൈബ്രറി പ്രസ്ഥാനം ജൂലൈ 3-ാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിട്ട് എല്ലാ ലൈബ്രറികളും കൊണ്ടാടുന്നത്. അതിന്റെ ഒരു സംസ്ഥാനതല പരിപാടി ഈ ജൂലൈ 3-ാം തീയതി കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട്. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടത്തുന്നത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ നമ്മുടെ ശിക്ഷണ സദനിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ പരിപാടി. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഈ സമയത്ത് നടന്നു പോകുന്നതിനിടയിലാണ് ഈ ലൈബ്രറിക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള ഈ സുരേന്ദ്രൻ മാഷെ ഈ പുസ്തക പ്രകാശനം നടത്തിയത്. അതിന് ഈ പുസ്തക ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലും വായനശാലയ്ക്ക് കൂട്ടായിക്കൊണ്ട് സുരേന്ദ്രൻ മാഷ് ഉൾപ്പെട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇനിയും പുസ്തകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രങ്ങളും അതേപോലെ തന്നെ ആകാശവളങ്ങളെയും കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് രചിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം കാണിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥ മാസ്റ്ററെ ലോകമാന സാഹിത്യ കുമാരൻ മെഗാ സെക്രട്ടറിയും റേറ്റ് വാങ്ങാൻ വേണ്ടി സുന്ദരേട്ടൻ ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് ചെയർമാൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാഷെ പുസ്തകം പരിചയപ്പെടുത്താൻ മാഷോട് പുസ്തകം നേരത്തെ കിട്ടിയിരുന്നു. ഞാൻ വിളിക്കപ്പം തന്നെ വായിച്ചു കൊടുപ്പിച്ചു. അതുകൊണ്ട് പുസ്തകത്തിലുള്ള കുഴപ്പമില്ല. സുരേന്ദ്ര മാഷ് ഈ രംഗത്ത് നടത്തുന്ന സേവനം നേരത്തെ സുരേന്ദ്രനാഥ് മാഷ് പറഞ്ഞു. സുരേന്ദ്ര മാഷ് ബാലസംഘം എന്ന് പറയുന്ന കേരളത്തിൽ വ്യക്തികളുടെ ഒരു സംഘടനയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംഘടന. അതിന് കോഴിക്കോട് ജില്ലയിൽ 4000 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. 264 മേഖലാ കമ്മിറ്റികളും ആ സംഘടനയുടെ ജില്ലാ തലത്തിലുള്ള അക്കാദമിക് സമിതി ഓർമ്മിച്ചു. ഓരോ മാസവും കുട്ടികൾക്ക് ബാലസംഘത്തിലൂടെ പഠനവും ഓർമ്മകളും കൊടുക്കുന്ന വേണ്ടിയാണ് അക്കാദമിക് സമിതി. ആ അക്കാദമിക് സമിതിയുടെ ജില്ലാ ചെയർമാനാണ്. ജില്ലാ ചെയർമാൻ കൂടിയാണ് സുരേന്ദ്ര മാഷ്. കാലമായി നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രവും ഭാഷയൊക്കെ പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും. അതോടൊപ്പം വായനശാല പ്രവർത്തനത്തിനുണ്ട്, പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ ഭാഷയിലും. ശാസ്ത്രം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ള വിഷയമായി മാറുകയാണ്. പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ള ഒരു വിഷയമായി ശാസ്ത്രം മാറുകയും ജീവിതത്തിൽ ശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുക. അതുകൊണ്ടാണ് ശാസ്ത്രം പഠിച്ച് ബിരുദമെടുത്തവരും ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ അന്ധവിശ്വാസികളായി മാറും. ശാസ്ത്രത്തിന്റെ എല്ലാ പുരോഗതിയും നമ്മളിന്ന് ഉപയോഗിക്കുന്നു. ഇന്ന് ലോകം ഈ നിലയിലെത്തിയത് ശാസ്ത്രത്തിന്റെ പുരോഗതിയിലൂടെയാണ്. ആ ശാസ്ത്രത്തിന്റെ എല്ലാ നന്മകളെയും അതിന്റെ പുരോഗതിയെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ അതുപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല.
അതാണ് നമ്മുടെ നേരത്തെ സുരേന്ദ്രനാഥ് മാഷ് പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നാണ് അന്ധവിശ്വാസത്തിനെതിരെ വലിയ പ്രചാരവേല നടത്തുന്നത്. അത് വലിയ സ്വാമിമാരും വലിയ ദിവ്യന്മാരും ഒക്കെ പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കുന്ന രീതിയിൽ, ആ വഞ്ചിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തെ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ടാണ്. എന്നിട്ട് അതിനെ വിശ്വാസമായി അന്ധവിശ്വാസമായി മാറ്റുകയാണ്. അപ്പം ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം നമുക്ക് വലിയ തരത്തിൽ നടത്തേണ്ട ഒരു ഘട്ടമാണിത്. മാത്രമല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതി ജനങ്ങളുടെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് ഇപ്പം യുദ്ധം നടക്കുകയാണല്ലോ, ഇറാനിലും ഇസ്രായേലിലും യുദ്ധം നടക്കുകയാണ്. എന്താ അവിടെ ഉപയോഗിക്കുന്ന ആയുധം? ശാസ്ത്രം കണ്ടുപിടിച്ച ആയുധമാണ്. അതിനുവേണ്ടി മനുഷ്യൻ ചെലവഴിക്കുന്ന കോടാനുകോടി രൂപ എത്രയാണ് ഒരു രാജ്യങ്ങൾ? ആർക്കു വേണ്ടിയാണ്? ആ പണമുണ്ടെങ്കിൽ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും പട്ടിണിയില്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടുണ്ട്. മനുഷ്യന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അവന്റെ നിലനിൽപ്പിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക, അതിന്റെ തിന്മകളെ മാറ്റിവെക്കുക, എല്ലാ മനുഷ്യർക്കും അതിന്റെ നന്മ പ്രദാനം ചെയ്യുന്ന രൂപത്തിലേക്ക് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. അതിനാവശ്യമായ പ്രചാരവേലകളും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും ബഹുജന മുന്നേറ്റങ്ങളും ഒക്കെ നടത്തേണ്ട ഒരു കാലമാണിന്ന്. അതാണിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെ കൂടി വായനശാലകളുടെ ചർച്ചകളിലും പൊതു ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ഇതിനെ കൊണ്ടുവരാൻ കഴിയണം. ശാസ്ത്രത്തിന്റെ പ്രചാരണം നമുക്ക് നന്നായി നടത്താൻ കഴിയണം. ഇപ്പോൾ കേരളത്തിൽ യുക്തിസിദ്ധയുള്ള ഒരു തലമുറ വളർന്നു വരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ഒന്നിച്ചില്ല, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പോൾ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ അടുത്തറിയാൻ കഴിഞ്ഞത് ഇന്ന് സംസാരത്തിൽ ഒരുപാട് വേഗതയും, എന്നാൽ ആ വേഗത ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യത്തിലും ആ വേഗത ഈ പുസ്തകത്തിലും സത്യത്തിൽ ആ വേഗത കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അധികം പരത്തി പറയാതെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഇപ്പോ പാഠപുസ്തകത്തിന്റെ ഒരു ഘടന അനുസരിച്ച്